இந்த நாளும் அப்பா இந்த சங்கீத வசனத்திற்காக ஸ்தோத்திரம் துதிக்கிறேன். நன்றி நாமத்தை மேன்மைப்படுத்த முடியாது. நாங்கள் வந்திருக்கிறோம் அப்பா என்ன நோக்கத்தோடு கால்பனை நீ அலைந்திருக்கிற தேவன் தப்புறேன் அப்பா இந்த சங்கீத வசனம் செயல்பட தப்பனை நீ கிருபை செய்ய முடியாது ஜெபிக்கிறேன். அப்பா உமது அடியான வல்லமை எடுத்து பயன்படுத்தும் வெளிப்பட முடியாது. உமது கிருபை மட்டும் வெளிப்பட முடியாது. அப்பா எங்களுடைய ஆண்டவர் தப்பனை பெருமையோ புகழ இந்த இடத்தில் ஆண்டவர் தப்பனை சிலைக்கு ஏறாத பலப்படுத்த முடியாது ஜெபிக்கிறேன். கிருபைகள் மறைத்துக் கொள்ளும் இயேசுவின் நாமத்தில் நல்ல பிதாவே. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ഈ നാളുകളിൽ 24 സങ്കീർത്തനമാണ് നമ്മൾ വായിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകുന്നേരം തൊട്ട് തന്നെ എൻ്റെ മനസ്സിൽ ഒരു ഇതുണ്ടായിരുന്നു, ഈ ആഴ്ച സങ്കീർത്തനം നിനക്ക് കിട്ടത്തുള്ളൂ, നീ സങ്കീർത്തനം എടുക്കാൻ പറഞ്ഞ് എൻ്റെ മനസ്സിൽ തോന്നൽ വന്നു. ഞാൻ അന്ന് ചൊവ്വാഴ്ച മുതൽ തന്നെ സങ്കീർത്തനം നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യം എടുത്ത് 23 സങ്കീർത്തനം വായിച്ചത്. പക്ഷേ 23 സങ്കീർത്തനം താഴോട്ട് 24 സങ്കീർത്തനം വായിച്ചപ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങൾ ദൈവാത്മാവ് എന്നെ ഉണർത്തി. എൻ്റെ ജീവിതത്തിൽ ദൈവാത്മാവ് ഉണർത്തിയ കുറച്ച് കാര്യങ്ങളെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. 24 സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. നമ്മൾ ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ നോക്കുമ്പോൾ 2 ശമൂവേൽ 6-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ ദൈവത്തിൻ്റെ പെട്ടകത്തെ ദാവീദിൻ്റെ നഗരത്തിലോട്ട് ദാവീദ് ആ പെട്ടകത്തിനായി ഒരുക്കിയ സ്ഥലത്തോട്ട് കൊണ്ടുവരുവാനായി പോകുമ്പോൾ ഫസ്റ്റ് പോയി അതിൻ്റെ പെട്ടകം എടുക്കുവാനായി ചില ക്രമീകരണങ്ങൾ നമുക്ക് വേണം. ആ ക്രമീകരണമില്ലാതെ പോയി പെട്ടകത്തെ എടുത്തു, ഒരു രഥത്തിൽ കയറ്റി കൊണ്ടുവരുന്നു. ഒരു സ്ഥലത്ത് വരുമ്പം കാള വിരണ്ടു, രഥം വീഴാൻ പോയപ്പോഴത്തേക്ക് ഉസ്സ പെട്ടകത്തെ പെട്ടകത്തെ താങ്ങുവാനായി, പെട്ടകം വീഴാതിരിക്കാനായിട്ട് താങ്ങുവാൻ കൈ നീട്ടി. പക്ഷേ അത് ക്രമീകരണമില്ലാതെ പോയി പെട്ടകത്തെ തൊട്ടതുകൊണ്ട് ഉസ്സയുടെ മേൽ ദൈവം കോപിച്ചു, ഉസ്സയെ അടിച്ചു. ഉസ്സ പെട്ടകത്തിന് മുമ്പിൽ മരിച്ചു. അത് പേടിച്ചിട്ട് ദാവീദ് പെട്ടകം അവിടെ നമുക്ക് 1 ദിനവൃത്താന്തം അതിൻ്റെ 13-ാം അധ്യായത്തിലെ ലാസ്റ്റ് വചനത്തെ വായിക്കാൻ പറ്റും. 13 അത് വായിക്കാവോ? 1 ദിനവൃത്താന്തം 13-ന്റെ 14-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ പെട്ടകം ഒബേദെദോമിന്റെ കുടുംബത്തോടു കൂടെ 3 മാസം അവന്റെ വീട്ടിലിരുന്നു. യഹോവ ഒബേദെദോമിന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു. ആമേൻ. അപ്പോൾ അവിടെ ആ ഒരു സംഭവം വരുമ്പോഴത്തേക്കും ദാവീദ് ദൈവത്തിന്റെ പെട്ടകത്തെ ഒബേദെദോമിന്റെ വീട്ടിൽ വെച്ചിട്ട് ദാവീദ് തിരിച്ചുപോയി. 3 മാസം ഒബേദെദോമിന്റെ വീട്ടിൽ ആ പെട്ടകം വരുന്നു. ആ പെട്ടകത്തെ കൈക്കൊള്ളുവാൻ ഒബേദെദോമിന്റെ കുടുംബം പ്രാഗൽഭ്യമുള്ളവരായതുകൊണ്ട് 3 മാസം ദൈവം അവന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും ദൈവം അനുഗ്രഹിച്ചു. അത് അറിഞ്ഞിട്ട് തിരിച്ച് ഓബേദ്ഏദോമിന്റെ വീട്ടിൽ നിന്ന് ദാവീദും ഇസ്രായേൽ ജനങ്ങളും പോയി തിരിച്ച് പെട്ടകം ദാവീദിന്റെ നഗരത്തിലോട്ട് കൊണ്ടുവരുമ്പോൾ പാടിയ ഒരു സങ്കീർത്തനമായിട്ടാണ് നമ്മളിവിടെ കാണുവാൻ സാധിക്കുന്നത്. അതിൽ 24 സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ നമുക്ക് വായിക്കുമ്പോൾ രണ്ടും കൂടെ സമുദ്രങ്ങളുടെ മേൽ അവനതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവനതിനെ ഉറപ്പിച്ചു. ആമേൻ. അപ്പോൾ ഈ 2 വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ദൈവം എത്ര ശക്തനാണെന്നുള്ളതാണ്. ദൈവം ഈ ഭൂമിയെ, ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച കാര്യങ്ങൾ നമുക്ക് ആ ഉൽപ്പത്തിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ ഈ 24 സങ്കീർത്തനം വായിച്ചപ്പോൾ ഞാൻ ഉണർത്തപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഈ കുറച്ച് സമയത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ആ 3-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ 2 ചോദ്യം നമുക്ക് കാണുവാൻ സാധിക്കും. 3-ാം വാക്യം ഒരാൾ വായിക്കാം. ആമേൻ. അപ്പൊ 3-ാമത്തെ വാക്യത്തിൽ 2 ചോദ്യമുണ്ട്. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? അപ്പം നാം ചില സമയങ്ങളിൽ നാം നിസ്സാരമായിട്ട് കരുതുന്ന കാര്യങ്ങൾ പോലും ദൈവസന്നിധിയിൽ നമുക്ക് നിൽക്കുവാൻ സാധിക്കാതെ വരും. ദൈവത്തിന്റെ പർവ്വതത്തിൽ നമുക്ക് കയറുവാൻ നമുക്ക് സാധിക്കാതെ വരും. 4-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ അതിൽ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. കൈകളിൽ വെടിപ്പുള്ളവനും നിർമ്മല ഹൃദയമുള്ളവനും വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെ കള്ളസത്യം ചെയ്യാതെ. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം സൂക്ഷിച്ച് നടക്കുവാണെങ്കിൽ നമുക്ക് പ്രാഗൽഭ്യത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ സാധിക്കും. തുടർന്ന് 2-ാമത്തെ ഒരു കാര്യം നോക്കുമ്പോൾ അതിന്റെ 5-ഉം 6-ഉം വായിക്കുമ്പോൾ
രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ഇതാകുന്നു അവനെ അന്വേഷിക്കുന്ന തലമുറ. യാക്കോബിന്റെ ദൈവമേ, ദിനവും അന്വേഷിക്കുന്നവർ തന്നെ. ആമേൻ. അപ്പൊ ഈ 5-6 വാക്യം നമ്മൾ നോക്കും. ഈ മുകളിൽ നമ്മൾ നോക്കിയ ആ 3 കാര്യങ്ങൾ, കൈകളിൽ വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ദൈവസന്നിധിയിൽ നിൽക്കുന്ന നമുക്ക് തരുന്ന അനുഗ്രഹമാണ് ആ 2 വചനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 5-ാം വാക്യം പറയുന്നു, അവൻ യഹോവയോട് അനുഗ്രഹവും തന്റെ രക്ഷയുടെ ദൈവത്തോട് ന്യായവും പ്രാപിക്കും. ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ. യാക്കോബിന്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. അപ്പൊ നാം ചെയ്യേണ്ട ഒരു കാര്യം, നാം ഏത് സമയത്തും ദൈവത്തിന്റെ തിരുമുഖം നാം അന്വേഷിക്കണം. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ട ഒരു കാര്യം അത് മാത്രമേ ഉള്ളൂ. കൂടുതലായി എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ് നമ്മൾ 7 തൊട്ട് 10 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും മഹത്വത്തിന്റെ രാജാവിനെ വർണ്ണിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. നാം ആരാധിക്കുന്ന രാജാവ് എത്ര വലിയ മഹത്വമുള്ളവനാണെന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. 7 തൊട്ട് താഴോട്ടൊന്ന് വായിക്കാവോ? വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർച്ചുവീ, പണ്ടയുള്ള കഥകളെ ഉയർന്നിരുത്തി. മൗത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മൗത്തത്തിന്റെ രാജാവാ ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകൾ ഉയർച്ചുവീ, പണ്ടയുടെ കഥകൾ ഉയർന്നിരിപ്പി. മൗത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മൗത്തിന്റെ രാജാവാ സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാകുന്നു മൗത്തിന്റെ രാജാവ്. ആമേൻ. അപ്പോൾ ഞാൻ 24 സങ്കീർത്തനം വായിച്ച് 7 തൊട്ട് 10 വരെയുള്ള വചനങ്ങൾ ഞാൻ പല പ്രാവശ്യം വായിച്ചപ്പോൾ ഈ 7 തൊട്ട് 10 വരെയുള്ള വചനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിന്റെ മഹത്വം നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ മഹത്വമേറിയ രാജാവാണ്. ഞാൻ ആ ഭാഗം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്ക് കിട്ടുന്ന സമയങ്ങളിൽ പ്രസംഗങ്ങൾ കേൾക്കുന്ന ഒരു ശീലം എനിക്കുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ അരിഷ്കാവൻ ഭാഷൻ്റെ ഒരു പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അതിൽ ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നതിന്റെ കൂട്ടത്തിൽ ഇവിടെ നമ്മൾ കാണുന്നു ദൈവത്തിന്റെ മഹത്വം. പക്ഷേ യെശയ്യാ പ്രവാചനത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ചൊരു ഭാഗമുണ്ട്. അവന്റെ ക്രൂശി മരണത്തെക്കുറിച്ചുള്ള ഭാഗങ്ങൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇതിന്റെ 1-2 വചനത്തിൽ കണ്ടതുപോലെ അവൻ ശക്തനാണ്, സകലത്തെ സൃഷ്ടിച്ചവനാണ്. ഈ ഭൂമി എന്ന് പറയുന്നത് വലിയൊരു ഗാലക്സിയിൽ ചെറിയൊരു ഭാഗം. അതിൻ്റെ അകത്ത് ചെറിയൊരു ഭൂമിക്കകത്തുള്ള ഒരു വ്യക്തിയുടെ അകത്ത് ഒരു ശിശുവായി ദൈവം അവിടെ രൂപപ്പെടുമ്പോൾ ദൈവത്തിന്റെ വലിപ്പം നമ്മൾ ഓർക്കണം. നാം ഇവിടെ നോക്കുമ്പോൾ ദൈവം മഹത്വമുള്ള രാജാവാണ്. അത്ര വലിയ രാജാവ് സ്വർഗത്തിന്റെ സകല മഹിമകളും വെടിഞ്ഞ് ഈ ഭൂമിയിൽ മനുഷ്യപുത്രനായി വന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. ഈ നാളുകളിൽ നമ്മൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നമ്മൾ ഉപവാസമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ റൂമിൽ വന്ന് കുറച്ച് നേരം പ്രാർത്ഥിക്കാൻ സമയം കിട്ടും എന്ന് പ്രാർത്ഥിച്ചു. വചനം കേട്ടോണ്ടിരുന്നപ്പോൾ ദൈവത്തിനോട് പറഞ്ഞു കുറച്ചു നേരം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ദൈവമേ, വെള്ളിയാഴ്ച കർത്തൃമേശയുണ്ട്, അതിനു വേണ്ടി എന്നെ ഒരുക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പണ്ട് എൻ്റെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ വചനം പറയുന്നുണ്ട്, ദൈവസന്നിധിയിൽ നമ്മുടെ അകത്യങ്ങളെ ഏറ്റുപറഞ്ഞ് അത് വിട്ടുവിട്ടാൽ അതിൽ പൂർണ്ണമായിട്ടുള്ള വിടുതൽ നമുക്ക് കിട്ടത്തുള്ളൂ. പറയാത്ത കാര്യങ്ങൾ, ഞാൻ മറന്ന കാര്യങ്ങൾ പോലും ദൈവം എന്നിൽ എനിക്ക് ഉണർത്തി. നാം ദൈവസന്നിധിയിൽ ഇന്നിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അങ്ങനെയുള്ള അത്ഭുതങ്ങൾ നമുക്ക് ചെയ്യും. ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ ഒരു ഇതുവരെ ഇല്ലാത്തൊരു സന്തോഷം കിട്ടി. അപ്പൊ ഞാൻ ഉറപ്പിച്ചു, ഈ കാര്യങ്ങളിൽ ദൈവം എനിക്ക് പൂർണ്ണമായിട്ടുള്ള വിടുതൽ തന്നെന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ദൈവം എന്നെ നടത്തി. പിന്നെ ഈ കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അങ്ങനെ അത്ര വലിയ ദൈവമാണ് അന്ന് ഈ ആകാശത്തെയും ഭൂമിയും, ആകാശത്തിലും ഭൂമിയിലും സമുദ്രത്തിലുള്ള സകലത്തെയും സൃഷ്ടിച്ച ദൈവമാണ് അന്ന് ആ ചെറിയ കടുകുമണി സൈസേ ഉള്ളൂ. അത്രയും ചെറുതായി ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി വന്നു. തുടർന്ന് ഞാൻ ഇന്നലെ ഞങ്ങളുടെ നാട്ടിലെ ഒരു ചർച്ച് ഓഫ് ഗോഡിന്റെ സെൻട്രൽ കൺവെൻഷൻ നടക്കുന്നുണ്ടായിരുന്നു. അത് അവിടെ കോട്ടയത്തെ സാം എന്ന് പറഞ്ഞൊരു പാസ്റ്റർ പ്രസംഗിക്കാൻ വന്നത്. പാസ്റ്റർ പ്രസംഗത്തിൽ തുടക്കം തൊട്ട് പറഞ്ഞ് ഞാനിവിടെ പ്രസംഗിക്കാൻ വന്നത് യേശുവിന്റെ ക്രൂശിനെ ഉയർത്തുവാനാണ് വന്നതെന്ന് പറഞ്ഞിട്ട് പാസ്റ്റർ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ക്രൂശിൽ ദൈവം അനുഭവിച്ച പാടുകൾ, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഞാൻ മുമ്പൊരു ദിവസം യേശുവിനെ ക്രൂശിൽ ആണി തറയ്ക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഞാനിങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ കണ്ട് അതിൻ്റെ കുറേ ഡോക്യുമെൻ്റ് എടുത്ത് നോക്കിയപ്പോൾ അവിടെ എനിക്ക് കാണുവാൻ സാധിച്ചത് പല ഫോട്ടോയിലൊക്കെ നമ്മൾ കാണുന്ന യേശുക്രിസ്തുവിൻ്റെ ഉള്ളംകൈയിലാണ് ആണി അടിച്ചെന്നാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥമായിട്ട് അടിച്ചേക്കുന്നത് ഈ സ്ഥലത്താണ്. ഇവിടെ ഒരു 2 ഞരമ്പുണ്ട്. കറക്റ്റ് ആ ഞരമ്പിൻ്റെ ഗ്യാപ്പിലാണ് ആണി അടിച്ചു കയറ്റുന്നത് 2 കൈയിലും.
2 കയ്യിൽ ആണി അടിച്ച് കയറ്റി കാലും മടക്കി ആണി അടിച്ചു വെച്ചതിന് ശേഷം അതിന്റെ വേദന പറയുന്നത് എങ്ങനെയാണെന്നറിയോ? നാം ഈ ഫുൾ ബോഡിയുടെ ഫുൾ വെയിറ്റ് ഈ കൈകളിലാണ്. ഈ യേശുക്രിസ്തു ഇങ്ങനെ കിടക്കുക, അർത്ഥനഗ്നനായി യേശുക്രിസ്തു ക്രൂശിൽ ഇങ്ങനെ കിടക്കുക. ആ ഫുൾ വെയിറ്റും ഈ കൈകളിൽ കിടക്കുക. ഒന്ന് ആശ്വസിക്കാൻ വേണ്ടിയിട്ട് കാലിൽ ബലം കൊടുത്ത് ഇങ്ങനെ പൊങ്ങുമ്പോൾ ജീവൻ പോകുന്ന വേദനയാണ്. ഞാൻ ചിന്തിച്ചു, എന്തിനാ ദൈവത്തിന് എന്തിനാ അതിന്റെ ആവശ്യം? സകല മഹിമയും വെടിഞ്ഞ് ഈ ഭൂമിയിൽ വന്നത് നമ്മളെ മീക്കുവാനാണ്. ഞാൻ ഇന്നലെ ഈ വചനം ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഇന്ന് ആരാധനയിൽ പോലും എന്റെ മനസ്സിൽ വന്നൊരു ചിത്രമുണ്ട്. യേശുക്രിസ്തു ഇങ്ങനെ എനിക്ക് വേണ്ടി കിടക്കുക. ഞാൻ പറയാം, യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് നമ്മളെ രക്ഷിക്കുവാനെന്ന് ഞാൻ പറയത്തില്ല, എന്നെ രക്ഷിക്കുവാനാണ് വന്നത്. അങ്ങനെ ഓരോരുത്തരും പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വലിയൊരു വിടുതൽ നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം പറയാം, ഈ ലോകത്ത് വന്നവരാരും മരിക്കുവാനായി വന്നിട്ടില്ല. യേശുക്രിസ്തു ഈ ലോകത്ത് വന്ന് തന്റെ ശുശ്രൂഷ തുടങ്ങിയ കാലം മുതൽ അവൻ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന നാൾ വരെ അവൻ പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ: ഞാൻ വന്നത് മരിക്കാനാ, ഞാൻ വന്നത് നിങ്ങൾക്ക് വേണ്ടി മരിക്കാനാ, പാവികളെ രക്ഷിക്കുവാനായി മരിക്കാനാ ഞാൻ വന്നത്. ഇവിടെ വന്ന പല ആൾക്കാരുണ്ട്, പല ഉന്നത നിലയിലുള്ള ആൾക്കാരുണ്ട്, പലരും മരിച്ചു പോയിട്ടുണ്ട്. ആ വന്നവരാരും പറഞ്ഞില്ല ഞാൻ മരിക്കാനല്ല ഞാൻ വന്നത്. വന്നവർ പറഞ്ഞത് ഞാൻ ജീവിക്കാനാ വന്നത്. പക്ഷേ യേശുക്രിസ്തു വന്നത് മരിക്കാനാ. യേശുക്രിസ്തു വന്നത് മരിക്കാനാ, നമ്മളെ മീட்കുവാനാണ്. നാം ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ആ ക്രൂശിനെ ഉയർത്തി നാം പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ കൂടുതലായി അടുക്കുമ്പോൾ ദൈവം നമ്മളെ അത്ഭുതകരമായി നടത്തും. ഒരു ചെറിയൊരു കാര്യം മാത്രം പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ വചനങ്ങൾ ഞാൻ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്, എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്തയാണ്. ഈ നാളുകളിൽ നാം കൂടി വരുന്നത് ദൈവത്തെ സേവിക്കാനാണ്. നാം ദൈവത്തെ സേവിക്കുമ്പോൾ നാം എങ്ങനെ ദൈവത്തെ സേവിക്കണം, ഇതാണ് നമ്മളിപ്പോൾ 2-3 കാര്യങ്ങൾ, ചെറിയ 2-3 കാര്യങ്ങൾ മാത്രം അതുകൊണ്ട് മാത്രം നോക്കിയിട്ട് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1 ദിനവൃത്താന്തം 15-ാം അധ്യായം അതിൻ്റെ 12-ാം വചനം. നിങ്ങൾ ലേവിയുടെ പ്രതിഭവനങ്ങളുടെ തലവനല്ലോ, നിങ്ങളും നിങ്ങളുടെ സഹോദരന്മാരും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ പെട്ടകം ഞാൻ അതിനെ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവരുവാൻ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു കൊള്ളുവീൻ. ആമേൻ. അപ്പോൾ നാം ദൈവത്തെ സേവിക്കുമ്പോൾ നാം ആദ്യം ചെയ്യേണ്ടത് നമ്മെ തന്നെ ശുദ്ധീകരിക്കണം. നാം ആ 15-ാം അധ്യായം വായിക്കും. 13-ാം അധ്യായത്തിൽ ആദ്യമേ ദാവീദ് പെട്ടകത്തെ എടുക്കാൻ പോയിട്ട് വരുമ്പോൾ ഒരു അനർത്ഥം അവിടെ ഉണ്ടാകുന്നു. അത് കാരണം അതിനുള്ള ഒരുക്കമില്ലാതെ പോയി എടുത്തത് കൊണ്ട് അവിടെ ഒരു അനർത്ഥം ഉണ്ടായി. അവനത് ഭയന്നിട്ട് ഓബേദ്ഏദോമിന്റെ വീട്ടിൽ പെട്ടകത്തെ അവിടെ വെച്ചിട്ട് അവൻ തിരിച്ചു വരുന്നു. രണ്ടാമത് ദാവീദ് ഓബേദ്ഏദോമിന്റെ വീട്ടിൽ നിന്ന് ഇതെടുക്കാൻ പോകുമ്പോൾ നമ്മൾ ആ 15-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അവിടെ ചില ഒരുക്കങ്ങളുണ്ട്, ചില ക്രമീകരണങ്ങൾ, അതിൽ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഞാൻ 2-3 കാര്യങ്ങൾ എടുത്തിട്ടുള്ളൂ. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ് നമ്മെ തന്നെ ശുദ്ധീകരിക്കണം. ശുദ്ധീകരിച്ച് ദൈവത്തെ സേവിക്കുമ്പോഴേ നമുക്ക് വിടുതൽ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ അതിന്റെ 13-ാം വാക്യത്തിന്റെ ഫസ്റ്റ് പാർട്ട് ഒന്ന് വായിക്കാവോ? ആദ്യം നിങ്ങൾ തന്നെ അത് ചെയ്യാതെ നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് ഛേദമുണ്ടാക്കി. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ദൈവത്തെ നാം സേവിക്കുമ്പോൾ, ദൈവത്തിന്റെ പെട്ടകത്തെ നാം ചുമക്കണമെങ്കിൽ നാം നമ്മെ തന്നെ ആദ്യം ശുദ്ധീകരിക്കണം. ശുദ്ധീകരിച്ചാൽ മാത്രമേ നാം പ്രാഗൽഭ്യത്തോടെ ദൈവത്തിന്റെ പെട്ടകത്തെ ചുമക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത സമയം നമ്മൾ എല്ലാവരെയും പോലെ വരുന്നു പോകുന്നു അങ്ങനെ നിൽക്കുവാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇരിക്കും. പക്ഷേ ഒരു ദിവസമുണ്ട്, ആ ദിവസത്തിൽ നാം കൈവിടപ്പെടാതിരിക്കണമെങ്കിൽ നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കണം. അതിന്റെ 13 വായിക്കാവോ? 13 ലാസ്റ്റ് ഭാഗം ഒന്നുകൂടെ വായിക്കാവോ? ദൈവത്തിന്റെ പെട്ടകം ഒബേദ്ഏദോമിന്റെ കുടുംബത്തോടു കൂടെ 3 മാസം അവന്റെ വീട്ടിലിരുന്നു. യഹോവ ഒബേദ്ഏദോമിന്റെ കുടുംബത്തെയും അവരുടെ സകലത്തെയും അനുഗ്രഹിച്ചു. 15-ന്റെ ലാസ്റ്റ് ഭാഗം. ആദ്യം നിങ്ങൾ തന്നെ അത് ചെയ്യാതെയുണ്ട് നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് ഛേദമുണ്ടാക്കി, നാം അവനെ നിയമപ്രകാരമല്ലല്ലോ അന്വേഷിച്ചത്. ആമേൻ. അപ്പോൾ ഇതിൽ 3ാമത് പറയുന്ന കാര്യം, നാം അവനെ ന്യായപ്രകാരം നാം അവനെ സേവിക്കണം. പ്രകാരം സേവിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നോക്കുമ്പോൾ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ?
ഒരു കാര്യവുമില്ല. അവൻ സകല മഹിമയോടെ സ്വർലോകത്തിരുന്നവൻ നമുക്ക് വേണ്ടി മരിക്കേണ്ട ഒരു കാര്യമില്ല. ആ ഒരു കാര്യം മാത്രം നമ്മൾ ഓർത്ത് അവൻ്റെ ക്രൂശിനെ ദിനംതോറും ഉയർത്തി നമ്മൾ ആ ദൈവത്തെ സേവിക്കുമ്പോൾ നാം പൂർണ്ണ വിടുതൽ പ്രാപിക്കാൻ സാധിക്കും. ഈ നാളുകളിൽ ഇങ്ങനെ ഈ വചനം ധ്യാനിക്കുമ്പോൾ ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം തരുന്നുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മുടെ നാട്ടിലത്തെ സഭയുടെ വാർഷികമാണ്, 10ാം വാർഷികം. 10ാം വാർഷികത്തിൽ കോട്ടയത്ത് നിന്ന് ഒരു പാസ്റ്റർ വന്നിട്ടുണ്ട്, രാജു എന്നാണ് തോന്നുന്ന പേര്, ഒരു പാസ്റ്റർ വന്നിട്ടുണ്ട്. പാസ്റ്റർ പ്രാർത്ഥിച്ച് തിങ്കളാഴ്ച ദിവസം പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ ഏരിയയിൽ വിടുതൽ, അതായത് പുതിയ ആത്മാക്കൾ സഭയിൽ വരാത്തതിൻ്റെ ഒരു കാരണം പറഞ്ഞു. നമ്മുടെ പ്രാർത്ഥനയുടെ കുറവ് തന്നെയാണ് അന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു കാര്യം പറഞ്ഞു. നമുക്ക് പരിചയമുള്ള രക്ഷിക്കപ്പെടാത്ത ഒരു 10 കുടുംബത്തിൻ്റെ പേര് ഇന്ന് ഡയറിയിൽ എഴുതി വെച്ച് ഒരു വർഷം അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, ഒരു വർഷം പ്രാർത്ഥിക്കുക. ഈ ചിന്ത ദേവദാസൻ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വന്ന ആദ്യത്തെ പേരാണ് നമ്മുടെ സമ്പത്ത് ബ്രദറിൻ്റെ ഫാമിലി. അതുപോലെ ഇത് എൻ്റെ റൂമിൻ്റെ അടുത്ത് ആണ്, പേര് ഗോപാലാണ്. പുള്ളിയുടെ വീട്ടിൽ പുള്ളി മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ, ഹിന്ദുക്കളാണ്, പുള്ളി മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. ഞാൻ പുള്ളിയെ പരിചയപ്പെട്ട അന്ന് മുതൽ, ദൈവം കൊണ്ടുവന്നതാണ്, പരിചയപ്പെട്ട അന്ന് മുതൽ ഞങ്ങൾ തമ്മിൽ കാണുമ്പോൾ സംസാരിക്കുമ്പോൾ ദൈവിക കാര്യമല്ലാതെ ഞങ്ങൾ ഒന്നും സംസാരിക്കുക. കാണുമ്പോൾ ചോദിക്കും, എന്നെ കൊണ്ട് വിശേഷം ചോദിക്കും, ജോലി എങ്ങനെയുണ്ട് ചോദിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ സംസാരിക്കുന്ന ചില ബൈബിളിലെ കാര്യങ്ങളായിരിക്കും. അങ്ങനെ ദൈവത്തോട് അധിക ഒരു ആഗ്രഹമുള്ളൊരു ഒരു മനുഷ്യനാണ് പുള്ളിയുടെ ഒരു ആഗ്രഹം, പുള്ളിയുടെ കുടുംബവും രക്ഷിക്കപ്പെടണമെന്ന്. ഈ ദേവദാസൻ ഈ കാര്യം പേരെഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയിലുണ്ട്, രക്ഷിക്കപ്പെടാത്ത ആൾക്കാർ എൻ്റെ ഫാമിലിയിലുണ്ട്. ഇവരുടെ കൂട്ടത്തിൽ ആദ്യം വന്ന പേരുകളിൽ 2 പേരുടെ പേരാണ്, ഇവരുടെ 2 പേരുടെ പേര്. ഞാൻ അപ്പം തന്നെ ആ നിമിഷം തന്നെ ഞാൻ അതെഴുതി എൻ്റെ ഒരു ഡയറി മുമ്പിലിരിപ്പുണ്ട്. ആ ഡയറിയിൽ എഴുതി 4 ഫാമിലി, എൻ്റെ ഫാമിലിക്കകത്തുള്ള 2 കുടുംബങ്ങൾ, സമ്പത്ത് ബ്രദറിൻ്റെ ഫാമിലി, ഗോപാൽ ബ്രദറിൻ്റെ ഫാമിലി. ഞാനിങ്ങനെ നോക്കുന്നുണ്ട്, ഇനി എൻ്റെ മനസ്സിൽ ദൈവാത്മാവ് ഉണർത്തുന്ന ഫാമിലി ഏതാണോ അവരുടെ പേര് എഴുതി വെച്ച്, ഒരു 10 ഫാമിലിയുടെ പേര് എഴുതി വെച്ച് ഞാൻ പ്രാർത്ഥിക്കും ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുത്തു. ഇതുപോലെ നാം ഓരോരുത്തരും നമ്മുടെ കൂട്ടത്തിലുള്ള രക്ഷിക്കപ്പെടാത്ത, ഞാൻ ഇന്ന് പറയാം, ആ ദൈവദാസൻ പറഞ്ഞ വാക്ക് ഞാൻ നിങ്ങളോട് പറയുക. നമ്മുടെ കൂട്ടത്തിലുള്ള രക്ഷിക്കപ്പെടാത്ത ആൾക്കാർ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മൾ ഉണർത്തുന്ന ആൾക്കാരുടെ പേര് നിങ്ങൾ ഡയറിയിൽ എഴുതുക. 10 പേർ, എത്ര പേരാണല്ലോ, 10 പേരാണെന്ന് പറഞ്ഞ പോലെ എത്ര പേരാണല്ലോ നിങ്ങൾ ഡയറിയിൽ എഴുതുക. ഒരു വർഷം പ്രാർത്ഥിക്കുക. നിങ്ങൾ 10 പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ ദൈവാത്മാവ് പറയുന്നു 10 പേര് എഴുതി നിങ്ങൾ പ്രാർത്ഥിച്ച ഒരു വർഷം പ്രാർത്ഥിക്കുമ്പോൾ ഒരു കുടുംബം, ഒരു ആത്മാവ് വരെ ഈ ചർച്ചയിൽ വരും. നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതം ചെയ്യുന്നവനാണ്. നമ്മൾ ഇസ്രായേലിലെ മരുഭൂമി കൂടെ വരുമ്പോൾ ഒരു കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും മോശെ പാറ പിളർന്ന് വെള്ളം കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. നമ്മുടെ കേരളത്തിലൊരു ദൈവദാസനുണ്ട്, പാറ പിളർന്ന് വെള്ളം കൊടുത്തൊരു ദൈവദാസനുണ്ട്. പണ്ടത്തെ ഒരു കഥ. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലത്തെ കൺവെൻഷൻ്റെ ഇതിൽ ഞാൻ ജസ്റ്റ് ആ ചരിത്രം കേട്ടപ്പം പറഞ്ഞതാണ്. തിരുവനന്തപുരത്ത് മുട്ടിണിച്ചാമ്പാറ കേട്ടിട്ടുണ്ടോ? അങ്ങനെ അധികം ആർക്കും അറിയില്ലെന്ന് തോന്നുന്നത്. പക്ഷേ അവിടെ ആ ദൈവദാസൻ്റെ ചരിത്രം രാജാഭരണമുള്ള രാജഭരണമുള്ള സമയത്ത് ദേവദാസൻ ദൈവത്തെ സ്വീകരിച്ചു, സ്നാനപ്പെട്ടു. ദേവദാസനും തൻ്റെ വൈഫും ദൈവത്തെ സ്വീകരിച്ച് സ്നാനപ്പെട്ടു. രാജാവ് അറിഞ്ഞിട്ട് ഇവരെ വിളിച്ചു, നീ ദൈവത്തെ ഏറ്റവും ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. നീ അത് വിട്ടു മാറിയില്ലെങ്കിൽ നീ ഒത്തിരി കഷ്ടതകൾ അനുഭവിക്കും എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, എന്ത് വന്നാലും ഞാൻ എൻ്റെ ദൈവത്തെ വിട്ട് മാറത്തില്ലെന്ന് പറഞ്ഞു. ആദ്യം തന്നെ നിന്നു. അതായത് നമ്മൾ കേട്ടാൽ നമ്മുടെ മനസ്സ് താങ്ങുകയില്ല. അങ്ങനെയുള്ള ക്രൂരതകളാണ് ആ ദേവദാസനോട് അന്നത്തെ ആൾക്കാർ ചെയ്തത്. അങ്ങനെ അടിക്കുകയും പറയുന്നത്, അതായത് ക്രൂശിൽ യേശുക്രിസ്തുവിനെ ചാട്ടം കൊണ്ട് അടിച്ചു. യേശുക്രിസ്തുവിനെ ചാട്ടം കൊണ്ട് അടിച്ചപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മാംസങ്ങൾ പിഴുതു പോകുന്നവരെ ചാട്ടം കൊണ്ട് അടിച്ചു. അതുപോലെ അത്ര ക്രൂരമായി ദൈവദാസനെ അടിച്ച് അവസാനം ദൈവദാസനെ കൊല്ലുവാനായി വിധിച്ച് ദൈവദാസനെ കൊല്ലുവാനായി ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോകുമ്പോൾ വഴിക്ക് കാളപ്പുറത്ത് ഇരുത്തി പോകുന്ന വഴിക്ക് കാള ഒന്ന് ചാടിയപ്പം പുള്ളിയുടെ കൈ ഇങ്ങനെ കൂട്ടിക്കെട്ടി കാളയുടെ കയറിൽ കെട്ടി ബന്ധിച്ചിട്ടിരിക്കുക. കാള ഒന്ന് ചാടിയപ്പോൾ പുള്ളി താഴെ വീണു. എടുത്തു വയ്ക്കാൻ ആരുമില്ല. റോട്ടിൽ കൂടെ നിരക്കി വലിച്ചുകൊണ്ട് പോവാ ആ കാള ദേവദാസനെ. കുറേ ദൂരം പോയതിന് ശേഷം കൂടത്തിൽ പോയ ഭടന്മാരോട് ദേവദാസൻ ചോദിക്കുക, എനിക്ക് ദാഹിക്കുന്നു, ഇച്ചിരി വെള്ളം തരാമെന്ന് ചോദിക്കുക. അവർ ആ ദേവദാസനെ പിടിച്ചൊരു പാറയുടെ മണ്ടയ്ക്ക് കൊണ്ട് ഇരുത്തിയിട്ട് പറഞ്ഞു, സൈഡിൽ കൂടെ പോയ ചാക്കട വെള്ളമില്ല, ഓടവെള്ളം കോരി കുടിക്കാൻ കൊടുത്തു. പുള്ളിക്ക് കുടിക്കാൻ പറ്റിയില്ല. പുള്ളി മറിഞ്ഞ് വീണിട്ട് ആ പാറയിൽ പുള്ളി ഇങ്ങനെ കെട്ടിയേക്കോ കൈ
കൈ കൊണ്ട് ആ മുട്ടിൽ ഇടിച്ചിട്ട് ദൈവം പറഞ്ഞു, ദൈവമേ നിനക്ക് വേണ്ടി ഞാൻ ഇതൊക്കെ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് തീരുമ്പോൾ ആ പാറ കൊള്ളുന്ന അവിടെ നിന്ന് വെള്ളം വന്നു. പുള്ളിയുടെ ദാഹം തീരെ വെള്ളം കുടിച്ചു. ആ പാറ ഇന്നും വെള്ളം പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ അതിൻ്റെ കാര്യങ്ങൾ ഇപ്പം അതിൻ്റെ ആ ദേവസ്വൻ്റെ ചരിത്രം ഞാനിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ദൈവം അനുവദിക്കുവാണെങ്കിൽ അടുത്ത യൂത്ത് മീറ്റിങ്ങിൽ ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റോറി പറയാമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ ദേവാസനെ കൊല്ലുവാൻ കൊണ്ടുപോയി അവിടെ കൊല്ലാൻ പോയപ്പോഴത്തേക്ക് വെടിവെച്ച് കൊല്ലാൻ പറഞ്ഞു. അപ്പോൾ ഇതറിഞ്ഞിട്ട് ദേവാസന്റെ വൈഫ് കാണുവാൻ പോയപ്പോഴത്തേക്ക് അവിടെ പോയി ദേവാസന്റെ പാദത്തിൽ വീണ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേവാസം പറഞ്ഞൊരു കാര്യമുണ്ട്, നീ കരയരുത്, ഇത് നമ്മൾ അനുഭവിക്കേണ്ടത്, നമ്മളിത് ദൈവത്തിന് വേണ്ടി അനുഭവിക്കേണ്ടത്. ഇന്ന് ഞാൻ മരിച്ചാൽ ഞാൻ ദൈവത്തിനെ കാണും എന്ന് പറഞ്ഞ് തൻ്റെ വൈഫിനെ ആശ്വസിപ്പിച്ചു വിട്ടതിന് ശേഷം ദേവാസനെ കൊല്ലുവാൻ കൊണ്ടുപോയിട്ട് തോക്ക് പിടിച്ച് വന്നവര് ദേവാസനെ ആ പണ്ടത്തെ തോക്കറിയാലോ, ആ തോക്ക് വെച്ച് ദേവാസനെ വെടിവെക്കുമ്പോൾ നോക്കുമ്പോഴത്തേക്ക് തോക്ക് വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ അന്നേരം ദേവാസം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ആ തോക്ക് ഞാൻ പ്രാർത്ഥിച്ചു തരാം. തോക്ക് ആ ദേവാസം അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചു, പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഈ തോക്ക് വർക്ക് ചെയ്യണം, ഇത് ഞാൻ നിന്നെ കാണുവാനുള്ള എൻ്റെ വാഹനമാണിത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ആ തോക്ക് കൊടുത്തു. ദേവാസനെ വെടിവെച്ചു ഒരു കുഴിയിലോട്ട് തള്ളിയിട്ടെന്നാണ് അതിൻ്റെ ചരിത്രം പറയുന്നത്. അങ്ങനെ ഇത്ര കഷ്ടതകൾ അനുഭവിച്ചാണ് ഈ ക്രിസ്ത്യ ജീവിതം ഇതുവരെ വന്നേക്കുന്നത്. നാം ഇതിന് തയ്യാറാകുവാണെങ്കിൽ നാം ഒരു കാര്യം മാത്രം, നാം ഈ കഷ്ടതകൾ വരുമ്പോൾ ദൈവത്തോട് ദൈവമേ കഷ്ടത മാറണേ നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയാം. ഞാൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് കിട്ടാത്തതുകൊണ്ടാണ്. നമ്മുടെ തുറക്കപ്പെട്ട് നാം സ്വർഗരാജ്യത്തിൻ്റെ കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഈ കഷ്ടതകളൊന്നും നമുക്ക് ഒന്നുമായിട്ട് തോന്നത്തില്ല. തുടർന്ന് ഈ നാളുകളിൽ ഈ വചനത്തിൽ പറയുന്ന പോലെ ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മൾ 7 തൊട്ട് താഴോട്ട് വായിക്കുന്ന പോലെ മഹത്വം 7 തൊട്ട് വായിക്കുമ്പോൾ 8ാമത്തെ വചനം എന്ന് വായിക്കുമ്പോൾ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ, മഹത്വത്തിന്റെ രാജാവ് ആർ? ബലവാനും ആമേൻ. ഈ ബലവാനും നീതിമാനുമായ യഹോവ, യുദ്ധവീരനായ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ നാം ഉയർത്തുവാണെങ്കിൽ നമ്മളെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി ഈ ലോകത്ത് വേറെ ആരുമില്ല. ഈ വചനങ്ങളിൽ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ അനിയൻ്റെ കാര്യങ്ങളെല്ലാം അറിയാം. വരുന്ന 13-ാം തീയതി അവൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുവാണ്. ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് റിസൈനൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവൻ്റെ കാര്യങ്ങൾ ദൈവം അത്ഭുതകരമായി നടത്തുന്നു. 13-ാം തീയതി പോകാനായി അതിൻ്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്ന് പ്രാർത്ഥിക്കുക. അനീസിയും പഠിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ വചനങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.